ഹലോ ഫ്രണ്ട്സ്, അക്വാ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മെറ്റാഫിഷിൻ്റെ കുട്ടികൾക്ക് ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ആദ്യത്തെ ഭക്ഷണം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള 2 ആഴ്ചത്തോളം പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവയ്ക്ക് കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈക്രോവേവ്സ് മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ. അപ്പം 2 ആഴ്ച കൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ഗപ്പിയുടെ കുട്ടികളെ ഒരു ഇരട്ടി സൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 1.5 സൈസോളം വലിപ്പം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ മൈക്രോവേവ്സ് 2 നേരം രാവിലെയും വൈകുന്നേരവും കൊടുക്കാറാണ് പതിവ്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആർട്ടിമിയ കൊടുത്തു തുടങ്ങും. പിന്നെ പലരും ആദ്യം ഇൻഫസോറിയ അതുപോലെ തന്നെ പാരമീസിയ കൾച്ചർ ഇതൊക്കെയാണ് കൊടുക്കാറ്. പിന്നെ ഞാൻ മൈക്രോവേവ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്നതാണ് മൈക്രോവേവ്സ്. അപ്പോൾ ഞാൻ മൈക്രോവേവ്സ് കൾച്ചർ ചെയ്യുന്നത് ചെറിയൊരു ഐസ്ക്രീം പാത്രം പോലെയുള്ളൊരു പാത്രത്തിലാണ്. അതും ബ്രെഡും പാലും വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം ഇതിൻ്റെ വശങ്ങളിൽ സൈഡിലായിട്ട് ഇങ്ങനെ മൈക്രോവേവ്സുകൾ കയറി വരും. അപ്പോൾ നമ്മൾ അതിനെ കളക്ട് ചെയ്തിട്ടാണ് ഈ ഫൈറ്ററിൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ കൊണ്ടോ അതോ ഈർക്കിളി കൊണ്ടോ ഞാൻ കുറച്ച് കൈമേൽ അത്ര വേണ്ടോ അത്യാവശ്യം കുറച്ച് ഇത്ര എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോ അതൊരു കപ്പിലോ നമ്മളിത് വെള്ളം എടുത്തിട്ട് അതിൽ കലക്കണം. അപ്പോൾ അതിൽ കലക്കിയിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിലെ കുട്ടികളൊക്കെ മിക്സായിട്ടുണ്ടാവും. അപ്പോൾ ടാങ്കിൻ്റെ ഓരോരോ വശങ്ങളിലായിരിക്കും കുട്ടികളുണ്ടാവുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം പലരും കൊടുക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മൈക്രോവേവ്സിനെ കളക്ട് ചെയ്തിട്ട് ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തോ അതോ അല്ലെങ്കിലും 4 ഭാഗത്തായിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും ഫുഡ് നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന രീതിയായിരിക്കാം നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നേന്നുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് മൈക്രോവേവ്സിനെ കാണാൻ പറ്റും ചെറുതായിട്ട്. അപ്പം ശരിയായിട്ട് ഫോക്കസ് ആകണില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് തിരിയുന്നുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ളൊരു മൈക്രോവേവ്സിൻ്റെ കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബീറ്റാ ഫിഷിനെ ഗ്രോത്ത് ചെയ്തെടുക്കാം. അപ്പം ഡെയിലി ഒരു 2 ടൈം വെച്ച് കുറച്ച് മൈക്രോവേവ്സ് മതി, അധികമൊന്നും വേണ്ട. അപ്പോൾ ഇത് ഞാൻ രണ്ട് ബ്രീഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നുള്ളിൽ മൈക്രോവേവ്സ് എടുത്താലും അതിൽ 1000കണക്കിന് മൈക്രോവേവ്സ് ഉണ്ടാവും. അപ്പം ഇതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് കൊടുത്താൽ എല്ലാ കുട്ടികൾക്കും കിട്ടും. അപ്പം അത്യാവശ്യം കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം തണുപ്പ് കാലത്ത് ബ്രീഡ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് കൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒരു 200ന് മുകളിലൊക്കെ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കലാണെങ്കിൽ ഇങ്ങനൊരു രീതി പരീക്ഷിച്ച് നോക്കുക. എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. എല്ലാ കുട്ടികളും ഫീഡ് എടുക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി വേറെ രീതിയിലാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ ഫൈറ്ററിൻ്റെ കുട്ടികൾ ഫീഡ് എടുക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഈ വലിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തിരിയത്തില്ല ഈ ഫൈറ്ററിൻ്റെ കുട്ടികൾ ഫീഡ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടികൾ പെട്ടെന്ന് മൂവ് ചെയ്തിട്ട് മൈക്രോവേവ്സിനെ കളക്ട് ചെയ്ത് കഴിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ശരി.